ക്യാരി ദ ലൈറ്റ് എന്ന പേരിലൊരു 2 മിനിറ്റ് ആർട്ട് ഫിലിമുണ്ട്. അതിലൊരു കഴുത, അതിൻ്റെ യജമാനൻ അതിന് താങ്ങാവുന്നതിനേക്കാൾ കൂടുതൽ ഭാരം വണ്ടിയിൽ വെച്ച് അതിനെ വലിപ്പിക്കുകയാണ്. ക്ഷീണിച്ച അവശനായി കഴുത വന്ന് കയറുന്നു. യജമാനൻ തീറ്റ കൊടുക്കുന്നുണ്ട്. കൊടുക്കുമ്പോൾ വേറൊരു കഴുതയുണ്ട്, ഈ വണ്ടിയൊന്നും വലിക്കാത്തൊരു കഴുത. ആ കഴുത കയറി അറ്റാക്ക് ചെയ്ത് ഫുഡൊക്കെ തീർത്തു. വണ്ടി വലിച്ചവൻ പട്ടിണി. ഈ കഴുതയെ പുറത്താണ് കെട്ടിയിരിക്കുന്നത്. ഒരു പാമ്പ് വരുന്നു. ഇവൻ പേടിച്ച് കുതിറി മാറിയപ്പോൾ യജമാനൻ്റെ സാധനങ്ങൾ, അടക്കി വെച്ച സാധനങ്ങളൊക്കെ കൂടി നിലത്ത് വീഴുന്നുണ്ട്. ബഹളം കേട്ട് യജമാനൻ വരുന്നു. യജമാനൻ സിറ്റുവേഷൻ മനസ്സിലാകുന്നില്ല, പാമ്പിനെ കാണുന്നില്ല. ഇവന് കുതിരെ തല്ലി നിന്നുകൊള്ളുന്നു കഴുത. മഴ പെയ്തപ്പോൾ യജമാനൻ മനഃപൂർവ്വം ഈ കഴുതയെ ഷെൽട്ടറിലേക്ക് കയറ്റിയില്ല. ഒരു രാത്രി മുഴുവൻ നിന്ന് മഴ കൊള്ളാണ്. പിറ്റേ ദിവസം രാവിലെ ഒരു ഫാമിലി അയാളുടെ വീട്ടിലേക്ക് കയറി വരുന്നു. അയാൾ ഈ കഴുതയെ അവർക്ക് വിൽക്കാണ്. കയറി വന്നത് ഗർഭിണിയായ മേരി ജോസഫ്. മേരി കയറിയ കഴുതപ്പുറത്തിരുന്ന് യാത്ര ചെയ്യുമ്പോൾ എഴുതി കാണിക്കുന്നത് ഇങ്ങനെയാണ്: സംടൈംസ് ദ സ്മോളസ്റ്റ് ക്യാൻ ക്യാരി ദ ഗ്രേറ്റസ്റ്റ് ലൈറ്റ്. ഇത് ഗോസ്പലിൽ ഈശോ നമുക്കൊരു സാധ്യത തുറന്നിടുന്നുണ്ട്. ഈശോ പറയുന്നു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപയോനേക്കാൾ വലിയവനില്ല. പക്ഷേ സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ യോഹന്നനേക്കാൾ വലിയവനാണ്. നമുക്കൊരു സാധ്യതയാണ് യോഹന്നനേക്കാൾ വലുതാവാൻ. യോഹന്നാൻ്റെ ഹിസ്റ്ററിയിലൊരു യുണീക്ക് പ്ലേസ് ഉണ്ട്, അതാർക്കും റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ യോഹന്നനേക്കാൾ വലിയവനാകാനുള്ളൊരു സാധ്യത എന്താ? ചെറുതാവുക. സംടൈംസ് ദ സ്മോളസ്റ്റ് ക്യാൻ ക്യാരി ദ ഗ്രേറ്റസ്റ്റ് ലൈറ്റ്.